വധശിക്ഷക്ക് വിധിച്ച കേസ് വെറുതെ ജീവപര്യന്തമല്ല, വധശിക്ഷക്ക് വിധിക്കണമെങ്കിൽ കേസ് തെളിയിക്കണം, അത് റെയറസ്റ്റ് ഓഫ് റെയർ ആവണം, അത്രയും ഭീകരമാവണം. എന്നിട്ട് ആ കേസ് ഹൈക്കോടതി വെറുതെ ഇടണം, ഒരു തെളിവും ഇല്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇടുന്നു. എത്ര മാധ്യമങ്ങൾ, കേരളത്തിലെ മീഡിയ വൺ ഒഴികെയുള്ള എത്ര മാധ്യമങ്ങൾ, മുഖ്യധാര ചാനലുകൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. അതേസമയം ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകൾ പെഷവാറിൽ ഏതോ ഒരു ന്യൂനപക്ഷ സമുദായക്കാരനെ കൊലപ്പെടുത്തിയെന്ന വാർത്ത കൊടുത്തിട്ടുണ്ട്. പെഷവാറിൽ, എനിക്ക് തോന്നുന്നു പാകിസ്ഥാനിൽ. ഇത് റോയിട്ടേഴ്സ് കൊടുക്കുന്നതായിരിക്കും. പക്ഷേ ഞാനൊരു 7 മാസം മാധ്യമപ്രവർത്തകനായിരുന്നു. മാധ്യമപ്രവർത്തകൻ എന്നൊന്നും പറയാനില്ല, ഒരു ട്രെയിനി മാധ്യമപ്രവർത്തകനായിരുന്നു. അത് പക്ഷേ വളരെ സൗകര്യമുള്ള, നമ്മുടെ തന്നെ ഒരു മുസ്ലിം പശ്ചാത്തലമുള്ള, മുസ്ലിം ക്യാപിറ്റലുള്ള, ആ തരത്തിലുള്ള പേഴ്സ്പെക്റ്റീവും പോളിസിയും ഒക്കെയുള്ള മീഡിയ വൺ ചാനലിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് പല അർത്ഥത്തിലുള്ള സ്ട്രഗിളുകൾ ഒരുപക്ഷെ ഇന്നത്തെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളിൽ മുസ്ലിം മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന മാധ്യമ പ്രവർത്തകർ അനുഭവിക്കുന്ന സ്ട്രഗിളുകളൊന്നുമില്ലാതെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ, അത്തരം പേഴ്സ്പെക്റ്റീവുകളൊക്കെ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ ആ തരത്തിൽ വാർത്തകൾ എഴുതാൻ ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരിടമായിരുന്നു ഞാൻ കുറഞ്ഞ കാലമാണെങ്കിലും ജോലി ചെയ്തിരുന്ന മാധ്യമ സ്ഥാപനം. പക്ഷേ ആ സമയത്തും നമ്മൾ അന്നും അഭിമുഖീകരിച്ചിരുന്ന സ്ട്രഗിളുകൾ എന്ന് പറഞ്ഞാൽ സ്ഥാപനപരമായിട്ടല്ല ഞാൻ പറയുന്നത്, വാർത്താ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ വാർത്തകളുടെ തലക്കെട്ടുകൾ, വാർത്തയിൽ പറയാവുന്നത് കാര്യങ്ങൾ, വാർത്തയിൽ പറയേണ്ടാത്ത കാര്യങ്ങൾ എന്നുള്ളതിൽ മുസ്ലിം സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി, അത് എല്ലാ മുസ്ലിം മാധ്യമ സ്ഥാപനങ്ങളും ഇപ്പോഴും അഭിമുഖീകരിക്കുന്ന ഒരു സ്ട്രഗിളായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മാധ്യമ പ്രവർത്തകർക്കിടയിലുള്ള, പ്രത്യേകിച്ചും സീനിയറായ മാധ്യമ പ്രവർത്തകർക്കിടയിലുള്ള അവരുടെ രാഷ്ട്രീയ ബോധ്യങ്ങൾ, അവരുടെ ശരിയും തെറ്റും, അവരുടെ നമ്മളെ തിരുത്താനുള്ള അവരുടെ നിലപാടുകൾ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ 2013-14 വർഷത്തിലാണ് ത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. അതിനുശേഷം അല്ലെങ്കിൽ ഒരു 2010 മീഡിയ വണ്ണൊക്കെ മുന്നേ തന്നെ ഉള്ള നമ്മളൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന ഒരു കാലഘട്ടത്തിലെ, ഇപ്പം വസീം നേരത്തെ വ്യക്തികളെക്കുറിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ സമാനമായ സ്വഭാവത്തിൽ ഈ സ്ട്രഗിൾ മുന്നോട്ട് കൊണ്ടുപോയ സംഘടനകളുണ്ട്. പ്രത്യേകിച്ചും SIO, സോളിഡാരിറ്റിയും GIO പോലുള്ള മൂവ്മെൻറ്റുകൾ നിരന്തരമായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഉന്നയിച്ചതിൻ്റെ ഫലമായി ഉണ്ടായിട്ടുള്ള ഒരു മാറ്റത്തിൻ്റെ ഒരു സ്ട്രഗിൾ പീരീഡാണ്, ഒരു മാറ്റത്തിൻ്റെ ഒരു ഷിഫ്റ്റിംഗ് പീരീഡ് കൂടിയാണ് ഇതെന്നാണ് എനിക്ക് പോസിറ്റീവ്ലി നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ ഇസ്ലാമോഫോബിയ എന്ന പദം തന്നെ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിൽ എത്രത്തോളമാണ് ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇപ്പം പ്രധാനമായും ഇപ്പോൾ പല സംവാദങ്ങളിലും ഏറ്റവും അവസാനമായി ഇപ്പം മാതൃഭൂമിയൊക്കെ നടത്തിയ ജമാഅത്തെ ഇസ്ലാമി RSS ചർച്ച എന്ന തലക്കെട്ടിൽ നടത്തിയ ചർച്ച നമ്മളെടുത്ത് നോക്കിയാൽ ഇതെങ്ങനെയാണ് ഇസ്ലാമോഫോബിയയാകുന്നത്. നേരത്തെ അങ്ങനെയല്ല. നേരത്തെ നമ്മൾ ഇസ്ലാമോഫോബിയ എന്നോ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ ആ പദം ഉപയോഗിച്ചില്ലെങ്കിലും ഇതിലെ മുസ്ലിം വിരുദ്ധമായ എലമെൻറ്റുകളെ കുറിച്ച്, പ്രത്യേകിച്ചും ഇപ്പോൾ ടെറർ, മുസ്ലിമിനെ ടെററൈസ് ചെയ്യുന്ന അമേരിക്കയുടെ ഇറാഖ് അധിനിവേശം മുതലുള്ള ഗ്ലോബൽ ടെറർ പ്രൊജക്റ്റിൻ്റെ, കുരിശ് യുദ്ധത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള സംവാദങ്ങൾ കേരളത്തിൽ നേരത്തെയും ഈ പദം ഉപയോഗിച്ചുകൊണ്ടല്ലാതെയും നടന്നിരുന്നു. ആ സമയത്തൊക്കെ സംഭവിച്ചിരുന്നത് നമ്മുടെ ഇത്തരത്തിലുള്ള മുസ്ലിം രാഷ്ട്രീയ പക്ഷത്തു നിന്ന് വരുന്ന ഇത്തരം ചോദ്യങ്ങളെ പൂർണ്ണമായും അവഗണിക്കാൻ സാധിക്കുമായിരുന്നു. ഒരാളും അത്തരം ചോദ്യങ്ങൾ എടുക്കുകയില്ല, അത്തരം ചോദ്യങ്ങൾക്ക് യാതൊരു വിസിബിലിറ്റിയും കിട്ടില്ല, ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റും അത്തരം ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു അസ്വസ്ഥത നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. അതേസമയം ഇപ്പോഴത്തെ ഒരു വ്യത്യാസം, ഇത് ഇത്തരത്തിലുള്ള വാർത്തകൾ പടക്കുന്ന ആളുകളുടെ മനസ്സിൽ പോലും ഒരു വലിയ ആന്തരിക സംഘർഷം സൃഷ്ടിക്കാൻ കഴിയുന്നു. ഞാനൊരു ഇസ്ലാമോഫോബാണ് എന്ന ആരോപണം, ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഈ വെളുത്ത വംശജർക്ക് ഞങ്ങളൊരു കറുത്ത വംശജരുടെ വിരുദ്ധരല്ല എന്നൊക്കെ പറയേണ്ടി വരുന്ന പോലുള്ള ഒരു അസ്വസ്ഥത, ഞങ്ങൾ മുസ്ലിം വിരുദ്ധരല്ല എന്ന് പറയേണ്ടി വരുന്ന ഒരു അസ്വസ്ഥത കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഉണ്ടാവുന്നത് പോലെ തന്നെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഉണ്ടായിത്തീരുന്നുണ്ട് എന്ന് ഇപ്പോൾ നിങ്ങൾ മനോരമയിൽ എടുത്തു നോക്കിയാൽ മുസ്ലിം ഫേസ്, അത് നേരത്തെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറയുന്നത്.
അത്തരത്തിൽ മുസ്ലിംനെസ്സുള്ള മുസ്ലിം ഫേസുകൾ, ഒരു മുസ്ലിം താടി വെക്കുന്നതും വേറൊരാൾ താടി വെച്ച റിപ്പോർട്ട് വായിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്, ചർച്ച നടത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ താടി വെച്ച മുസ്ലിംനെസ്സുള്ള നമുക്കറിയാവുന്ന മാധ്യമ പ്രവർത്തകർ കേരളത്തിലെ മെയിൻ സ്ട്രീം മാധ്യമ സ്ഥാപനങ്ങളിൽ വാർത്ത വായിക്കുക മാത്രമല്ല ഇത്തരത്തിലുള്ള അവരുടെ പ്രൈം ടൈം ചർച്ചകൾ വരെ നടത്തുന്ന തരത്തിൽ ഒരു മാറ്റം, ഒരു ഷിഫ്റ്റ് കേരളത്തിലെ മാധ്യമരംഗത്ത് ഈ മൂലധന താല്പര്യങ്ങൾക്ക് ഉണ്ടായിരിക്കെ തന്നെ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇപ്പം ഈ ഹിജാബുമായി ബന്ധപ്പെട്ട ഡിസ്കഷനുകൾ, നേരത്തെ കേരളത്തിലെ മെയിൻ സ്ട്രീം മീഡിയയിൽ ഇപ്പോഴും ഹിജാബ് ധരിച്ച് വാർത്ത വായിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷെ ഇപ്പം ഈ ഡിജിറ്റൽ മാധ്യമങ്ങളിലൊക്കെ അത് ഉണ്ട് താനും. ഡിജിറ്റൽ മാധ്യമങ്ങളിൽ പിന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുറവാണ്. കാരണം ഇത് വളരെ വ്യാപകമായി ഒരുപാട് കണ്ടന്റുകൾ പുറപ്പെടുവിക്കുന്നതുകൊണ്ട് തന്നെ. പക്ഷേ മെയിൻ സ്ട്രീം മാധ്യമങ്ങളിൽ ഇപ്പോഴും ഹിജാബ് ധരിക്കുന്ന മുസ്ലിം സ്ത്രീകളില്ല. പക്ഷേ നേരത്തെ ഹിജാബിനെ കുറിച്ച് എന്ന് മുതലാണ് GIO പോലുള്ള SIO പോലുള്ള മൂവ്മെൻറ്റുകൾ കേരളത്തിലെ തന്നെ ഈ ഹിജാബ് വിരുദ്ധതയുമായി ബന്ധപ്പെട്ട പിന്നെ സംവാദങ്ങൾ ആരംഭിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അന്ന് അതിനെ അഡ്രസ്സ് ചെയ്യുക പോലും, അത്തരം ഇഷ്യൂസിനെ, എത്ര വലിയ സമരം നടത്തിയാലും ജയിലിൽ കിടന്നാലും അത്തരം ഒരു വാർത്ത പോലും വരാത്തടത്ത് നിന്ന് BJPയുടെ ഹിജാബുമായി ബന്ധപ്പെട്ട സംവാദങ്ങൾ മാത്രമല്ല, ഈ മുസ്ലിം വിരുദ്ധമായ ഇത്തരം പ്രചരണങ്ങളോടുള്ള പ്രതികരണങ്ങളെ കൂടി ഉൾക്കൊള്ളേണ്ടുന്ന, അതിനെ ഈ അസ്വസ്ഥത എന്ന് പറയുന്ന ഇരവാദം എന്നാണ് ഇവർ പറയാം. ഇത്തരം ഇരവാദങ്ങൾ എന്നൊക്കെയാണ് പറയുക. അങ്ങനെ ഈ ഇരവാദം എന്നുള്ള പദത്തെ പോലും അവർക്ക് ഉപയോഗിക്കേണ്ടി വരുന്നതിന് ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. ഇതൊരു റിയാക്ഷനാണ്. നമ്മൾ നിരന്തരമായി ഉന്നയിക്കുന്ന ഒരു രാഷ്ട്രീയ ചോദ്യത്തിന് കിട്ടുന്ന ഒരു വിസിബിലിറ്റിയുടെ റിയാക്ഷനാണ് ഈ ഇരവാദം പോലുള്ള പ്രതികരണങ്ങൾ അവർക്ക് നടത്തേണ്ടി വരുന്നത്. അത്തരത്തിലുള്ള ഒരു മാറ്റത്തിൻ്റെ ഒരു സന്ദർഭം കൂടിയാണിത്. ആ ഷിഫ്റ്റിൻ്റെ ഒരു സ്ട്രഗിളാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. ആ നിലക്ക് നമ്മുടെ പതിറ്റാണ്ടുകളായുള്ള പോരാട്ടത്തിൻ്റെ ഒരു ഒരു പടി കടന്നതിൻ്റെ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള സംവാദങ്ങൾ നടക്കുന്നത് എന്നാണ് ആമുഖമായി എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം എന്താ വെച്ചാൽ, ഇപ്പം ഈ വിഴിഞ്ഞത്ത് പ്രക്ഷോഭം നടക്കുമ്പോൾ ലത്തീൻ സഭയുടെ ഒരു ഫാദർ, അദ്ദേഹം മന്ത്രി B. അബ്ദുറഹ്മാനെതിരെ ഒരു പ്രസ്താവന നടത്തുന്നു. പണ്ടായിരുന്നെങ്കിൽ ആ തരത്തിലുള്ള ഒരു പ്രതികരണം നടത്താൻ CPM-ന് കഴിയില്ല. അവരതിനെ പൊളിറ്റിക്കൽ ടൂളായി മാത്രം വളരെ മോശമായി ഉപയോഗിക്കുകയാണെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ B. അബ്ദുറഹ്മാൻ ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ, ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ആളുകൾ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ അത്തരത്തിലുള്ള പ്രതികരണം നടത്തുന്നത് എന്ന ഇരവാദം ഇൻകോട്സ് CPM നടത്തുന്നത്, CPM പ്രതികരിക്കുന്നത്, CPM ഓൺലൈൻ ഹാൻഡിലുകളെങ്കിലും പ്രതികരിക്കുന്നത് അദ്ദേഹം തന്നെ, മന്ത്രി തന്നെയും ആ സ്വഭാവത്തിൽ പ്രതികരിക്കുന്നത്, KT ജലീൽ അദ്ദേഹത്തിന് വേണ്ടി ആ തരത്തിലുള്ള പ്രതികരണം ഉയർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു ആസ് എ ടൂൾ ഈ മുസ്ലിം വിരുദ്ധതയെ, ഏത് ടൂളിനെ അങ്ങനെയാണല്ലോ ആളുകൾ ഉപയോഗിക്കുക, പലതരത്തിലുള്ള മാനിപ്പുലേഷൻസിലൂടെ ആളുകൾ ഉപയോഗിച്ചു വരും. പക്ഷേ ആസ് എ ടൂൾ ഈ മുസ്ലിം വിരുദ്ധതയെ അളക്കുന്ന, ഓരോ രാഷ്ട്രീയ പ്രശ്നങ്ങളിലും അതിൻ്റെ മുസ്ലിം വിരുദ്ധതയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ, രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു മാറ്റം നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും അങ്ങനെ ഒരു സംവാദത്തിൽ ഉന്നയിക്കേണ്ട ഒരു ചാനലിൻ്റെ പേരൊന്നുമല്ല, എന്നാലും ഡൂൾ ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുന്ന് പ്രവർത്തിച്ചിരുന്ന, ഇപ്പോൾ അതിൻ്റെ ഓഫീസ് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പ്രവർത്തിച്ചിരുന്ന ഒരു മാധ്യമ സ്ഥാപനം ഉണ്ടായിരുന്നു. അപ്പം ആ സ്ഥാപനം ഒരു കാലത്ത് മുസ്ലിം വിരുദ്ധമായ പ്രചാരണങ്ങൾ മാത്രം പ്രചരിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു ഓൺലൈൻ മാധ്യമമാണ്. ഇപ്പം അതിൻ്റെ വളരെ പോപ്പുലറായ പരിപാടികൾ മുഴുവനും ഈ തരത്തിലുള്ള മുസ്ലിം ചോദ്യങ്ങളേക്ക് ഉൾക്കൊള്ളുന്നില്ല. അതിൻ്റെ പിന്നെ ജനിതകമായ സ്വഭാവം അത് വിട്ടൊഴിഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ധാരാളം മുസ്ലിം ചോദ്യങ്ങൾ, ഞാനൊക്കെ SI ഓഫീസിൽ ജീവിക്കുന്ന കാലത്ത് നമുക്ക് സങ്കല്പിക്കാനാവാത്ത മുസ്ലിം ചോദ്യങ്ങൾ ഡൂൾ ന്യൂസിൽ നിന്ന് കേൾക്കേണ്ടി വരുന്ന ഒരു തരത്തിലുള്ള അവസ്ഥ, ഒരു മാറ്റത്തിൻ്റെ, ഡൂൾ ന്യൂസിന് ഉദാഹരണമായി എടുക്കല്ല ഞാൻ, പക്ഷേ ഒരു മാറ്റത്തിൻ്റെ ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്, വളരെ പോസിറ്റീവായി സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സന്ദിഗ്ധ ഘട്ടത്തിലാണ് നമ്മളുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഈ നേരത്തെ എന്താണ് ശരിക്കും കേരളത്തിലെ ഈ മാധ്യമരംഗത്ത് ഇത്തരത്തിലുള്ള മുസ്ലിം വിരുദ്ധം, ദേശീയ തലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, അന്തർദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിലൊക്കെ തന്നെയുള്ള രാഷ്ട്രീയ കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കെ തന്നെ കേരളത്തിലെ, നമ്മൾ ഇന്ത്യയിലെ ഹിന്ദു മെജോറിറ്റേറിയനിസത്തിൻ്റെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ മാധ്യമരംഗത്ത് സ്വാധീനിക്കുന്നു എന്നതുപോലെ തന്നെ വളരെ പ്രധാനമാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഒരു സംഘടനാ രൂപമായി നമ്മൾ എടുക്കുകയാണെങ്കിൽ CPIM-ൻ്റെ, നമ്മൾ CPIM എന്ന് തെറ്റിപ്പോയി എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ തന്നെ
പല രീതിയിൽ CPM ഉയർത്തുന്ന രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ പല രീതിയിൽ CPM-നോട് അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളാണ് ഈ പറയുന്ന കേരളത്തിലെ മുഖ്യധാരാ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞ് വിരമിച്ചു കൊണ്ടിരിക്കുന്നവരും വിരമിച്ചു കൊണ്ടിരിക്കുന്നവരും ഇനി വിരമിക്കാനുള്ളവരൊക്കെ ആയിട്ടുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരും, മുതിർന്ന മാധ്യമ പ്രവർത്തകരും ഒരുതരം സൈബർ സഖാക്കളെ പോലെ ആക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അതിൻ്റെ ഒരു സവിശേഷമായ കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമരംഗത്തുള്ള ഇടതുപക്ഷത്തിൻ്റെ CPM നടത്തിയിട്ടുള്ള CPM-ൻ്റെ ഒരു രാഷ്ട്രീയമായ സ്വാധീനമാണ്. അത് സംഘടനാപരവും രാഷ്ട്രീയവുമായ സ്വാധീനമാണ്. അതേസമയം അതിൻ്റെ മൂലധനം നമ്മൾ എടുത്തു നോക്കിയാൽ ഇപ്പം കേരളത്തിലെ ഏറ്റവും റീസെൻ്റായിട്ട് വന്നിട്ടുള്ള പല അടുത്തൊരു മാധ്യമ രംഗത്തുണ്ടാകാൻ പോകുന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ഈ സാറ്റലൈറ്റ് മാധ്യമങ്ങൾ ഇനി അധികം വരില്ല എന്നാണ്. ഇപ്പം കേരളത്തിൽ ഒരുപാട് എണ്ണം വരുന്നുണ്ട്, ഒരു ഒറ്റയടിക്കെന്ന് പറയുന്നുണ്ടെങ്കിലും അധികം ഇനി ഒരു 5-10 വർഷത്തിന് ശേഷം അത്തരത്തിലുള്ള സാറ്റലൈറ്റ് മാധ്യമങ്ങൾക്ക് വലിയൊരു പ്രസക്തി ഇല്ലാത്ത വിധം ഡിജിറ്റൽ മീഡിയ ആ രംഗത്ത് വരും എന്നൊക്കെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന കേരളത്തിലെ പുതിയ ഡിജിറ്റൽ മീഡിയ സംവിധാനങ്ങൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഇതിലെ ഒരു മൂലധനം CPIM-ൽ നിന്ന് പല രീതിയിൽ ഡയറക്റ്റാണ്. നമ്മൾ സംഘപരിവാറിനെ കുറിച്ച് സംഘപരിവാർ ന്യൂസ് 18 പോലുള്ള ഏഷ്യാനെറ്റ് പോലുള്ള ഇപ്പോൾ റിപ്പോർട്ടർ പോലുള്ള മുഖ്യധാര മാധ്യമങ്ങളിൽ സംഘപരിവാർ പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് എന്ന വസ്തുത ഉണ്ടായിരിക്കെ ബാക്കിയാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ ഡിജിറ്റൽ മീഡിയയിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഈ കേരളത്തിലെ പ്രമുഖരായ CPM നേതാക്കളുടെ മരുമക്കൾ ഒക്കെ അവരുടെ പേരിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. ഇതിൻ്റെ ഈ മൂലധനം വരുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ മുസ്ലിം സ്ത്രീകളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന അപരിഷ്കൃതരായ മുസ്ലിം പ്രവാസികളിൽ നിന്നാണ് ഇതിൻ്റെ മിക്ക ഇൻവെസ്റ്റ്മെൻറ്റുകളും. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉള്ള എല്ലാ മാധ്യമങ്ങളുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അവർ വിദേശത്ത് ചെന്ന് മുസ്ലിം ചെറുപ്പക്കാരെയും ഇത്തരത്തിലുള്ള താല്പര്യമുള്ള ആളുകളെയും ഒക്കെ കണ്ട് സംഘപരിവാർ വിരുദ്ധതയൊക്കെ പറഞ്ഞ് അതിൻ്റെ ബിസിനസ് ഓൾമോസ്റ്റ് എല്ലാം സാമ്പത്തികമായി പരാജയപ്പെടുന്ന സ്ഥാപനങ്ങളായിരിക്കും. അവർക്കിത് കുഴപ്പമില്ല, കാരണം ഇവർക്ക് ശമ്പളം കിട്ടുമല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം മുഖ്യധാര മാധ്യമങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ആളുകളാണ് ഇവർ മിക്ക ആളുകളും. അപ്പോൾ അവർക്ക് ശമ്പളം കിട്ടും. ഞാൻ വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് പോകണ്ടെന്നുള്ളതുകൊണ്ട് മാത്രമാണ് വ്യക്തികളെ പറയാത്തത്. ആ രീതിയിലാണ് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും, അതായത് നമ്മളിൽ നിന്ന് തന്നെ പൈസ വാങ്ങി നമ്മൾക്കെതിരെ പണിയെടുക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത ഇതിൻ്റെ ഇടയിൽ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഇന്ന് രാവിലെ നമ്മൾ കണ്ടൊരു വാർത്ത, ഈ ഇന്ത്യൻ മുജാഹിദീൻ എന്ന് പറഞ്ഞപ്പോൾ ഈ സംഘപരിവാറിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിൽ വലിയ പങ്കുവഹിച്ചൊരു സംഘടനയാണ് ഇന്ത്യൻ മുജാഹിദീൻ. ആ ഇന്ത്യൻ മുജാഹിദീൻ എന്ന് പറയുന്നത് ഒരു കാലത്ത് കേരളത്തിലെ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു സംഘടനയാണ്. ഈ ഹുജിയൊക്കെ പോലെ തന്നെ നിറഞ്ഞു നിന്നിരുന്ന, സിമിക്ക് ശേഷം വളരെ സജീവമായി നിറഞ്ഞിരുന്നിരുന്ന ഒരു സംഘടനയുടെ പേരാണ് ഇന്ത്യൻ മുജാഹിദീൻ. അതിൻ്റെ പ്രസിഡന്റ് ആരാന്ന് നമുക്ക് അറിഞ്ഞൂടാ, അതെവിടെ ഓപ്പറേറ്റ് ചെയ്തതെന്ന് നമുക്ക് അറിഞ്ഞൂടാ, പക്ഷേ സംഘടനയുണ്ട്. ആ സംഘടനയുടെ പ്രവർത്തകരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ അറസ്റ്റ് ചെയ്തിരുന്ന അബ്ദുൽ വാഹിദ്, നമുക്കിപ്പോൾ അത്ര പേരുകൾ പോലും ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഓർമ്മ ഉണ്ടാവണമെന്നില്ല, പക്ഷേ ആ വാർത്തകൾ ഇപ്പോൾ 2016 ഈ ദുബായിൽ നിന്ന് ഡ്രൈവർ ആയിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ അബ്ദുൽ വാഹിദ് എന്ന് പറയുന്നത്. അവിടുന്ന് മറ്റോ ആണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അത് കേരളത്തിലെ മാതൃഭൂമി, എൻ്റെ ഓർമ്മയെന്നാണ് പറയുന്നത്, മാതൃഭൂമി, മനോരമ, ഏഷ്യാനെറ്റ് തുടങ്ങിയ ചാനലുകൾ, പത്രങ്ങൾ അതിഭീകരമായ ദിവസങ്ങളോളം ഫസ്റ്റ് പേജ് റിപ്പോർട്ടിംഗ് ആയിരുന്നു ഇന്ത്യൻ മുജാഹിദിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വാർത്തകളും. ഇന്ന് അവർ 3 പേരെയും കോടതി വെറുതെ വിട്ടു. പട്യാല ഹൗസ് കോടതി UAPA കേസിൽ, പട്യാല ഹൗസിലെ NIA കോടതി UAPA കേസിൽ 3 ആളെ വെറുതെ വിടണമെങ്കിൽ അതിലൊന്നുമില്ലാതിരിക്കണം. ഒരു കേസ് ഒരു സെഷൻസ് സാധാരണ വിചാരണ പോലെ അല്ലല്ലോ UAPA കേസിൽ വിചാരണ നടക്കുന്നത്. ഒരു UAPA കോടതി, കാരണം ഇത്തരം കോടതികളിൽ ജഡ്ജിമാരുടെ നിയമനം മുതൽ എല്ലാം വളരെ കൃത്യമാണ്. ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മറ്റേ നിരോധനം ട്രിബ്യൂണൽ ശരിവെച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് അതിൽ അത്ഭുതമൊന്നും ഇല്ലാത്ത പോലെ ഈ ഇത്തരത്തിലുള്ളൊരു കോടതി 3 ആളെ വെറുതെ വിടുകയാണ് എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കാൻ പോയിട്ട് ഒന്നും ചെയ്യാനില്ലാത്ത ഒരു കേസ്. തൊട്ടുടനെ ഈ എനിക്ക് തോന്നുന്നു രാജസ്ഥാനിലോ മഹാരാഷ്ട്രയിലോ ഉള്ള 4 ചെറുപ്പക്കാരെ ശിക്ഷിച്ചത്, വധശിക്ഷക്ക് വിധിക്കണമെങ്കിൽ അതിലെന്തെങ്കിലും വേണ്ടേ? അതാണ് പറഞ്ഞാൽ ഇങ്ങനെയാണ് സാധാരണ ട്രയൽ കോർട്ടുകൾ ആളുകളെ വിധിക്കുക. അത് തിരിച്ച് വെറുതെ വിടുകയാണ്. വധശിക്ഷക്ക് വിധിച്ച കേസ് വെറുതെ ജീവപര്യന്തമല്ല, വധശിക്ഷക്ക് വിധിക്കണമെങ്കിൽ കേസ് തെളിയിക്കണം, അത് റെയറസ്റ്റ് ഓഫ് റെയർ ആവണം, അത്രയും ഭീകരമാവണം. എന്നിട്ട് ആ കേസ് ഹൈക്കോടതി വെറുതെ ഇടണം, ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇടുന്നു. എത്ര മാധ്യമങ്ങൾ കേരളത്തിലെ
മീഡിയ വൺ ഒഴികെയുള്ള എത്ര മാധ്യമങ്ങൾ, മുഖ്യധാര ചാനലുകൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. അതേസമയം ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകൾ പെഷവാറിൽ ഏതോ ഒരു ന്യൂനപക്ഷ സമുദായക്കാരനെ കൊലപ്പെടുത്തിയെന്ന വാർത്ത കൊടുത്തിട്ടുണ്ട്. പെഷവാറിൽ, എനിക്ക് തോന്നുന്നു പാകിസ്ഥാനിൽ. ഇത് റോയിട്ടേഴ്സ് കൊടുക്കുന്നതായിരിക്കും, പക്ഷേ അവർ ചൂസ് ചെയ്യുന്നതാണല്ലോ. ഇത് ഇവിടുന്ന് ഇവർക്ക് ഡൽഹിയിൽ ഇവർക്ക് റിപ്പോർട്ടിൻ്റെ NI ഉണ്ട്, എല്ലാ സാധനങ്ങളുണ്ട്. പക്ഷേ ഡൽഹിയിലെ ഇത്തരം വാർത്തകൾ ഇവർ കൊടുക്കാതിരിക്കുകയും പെഷവാറിലെ വാർത്ത ഒരു പ്രധാനപ്പെട്ട വാർത്തയാവുകയും മാറുന്നു. അതായത് ഈ ഇന്ത്യയിൽ ഡെയിലി ഇത് സംഭവിക്കുന്നുണ്ട്. ആളുകളെ കൊല്ലുന്നത് പശുവിൻ്റെ പേരിൽ, എന്ന് വെച്ചാൽ മുസ്ലിം ആയതിൻ്റെ പേരിൽ നിരന്തരമായി കൊല ചെയ്യുന്നുണ്ട് എന്നിരിക്കെ അതൊരു ഫ്ലാഷ് ന്യൂസ് പോയിട്ട് താഴെ ഇങ്ങനെ തലേന്നത്തെ വാർത്ത വലിക്കാൻ ടിക്കറിന്ന് മറന്നിട്ട് പോകുന്ന വാർത്തയായിട്ട് പോലും ഒരു ദിവസം പോലും രാത്രി 12 മണിക്കൊക്കെ കൊടുത്താൽ മതി, എന്നാൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ വലിക്കാമല്ലോ, അങ്ങനെ പോലും കൊടുക്കാത്ത മാധ്യമങ്ങൾ ഇപ്പോഴും ഇറാനിൽ നടക്കുന്ന പ്രക്ഷോഭത്തിന് കേരളത്തിൻ്റെ പ്രൈം ടൈമിൽ എത്ര സമയം പോയിട്ടുണ്ടാവും. ഇത് ഇറാനിലെ സ്ത്രീകളുടെ പോരാട്ടത്തോടുള്ള ഒരു താല്പര്യമാണോ, എന്താണ് അതിനകത്ത് വർക്ക് ചെയ്യുന്നത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ മുസ്ലിം സ്ത്രീ പുരുഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും മുസ്ലിം സ്ത്രീയുടെ ആദ്യത്തെയും അവസാനത്തെയും ശത്രു മുസ്ലിം പുരുഷൻ. മുസ്ലിം പുരുഷനിൽ കവിഞ്ഞ ഒരു ശത്രു ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾക്ക് ഇല്ല എന്നാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ NP ഭൂപേഷിൻ്റെ ചാനൽ ഈ 4th കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. ഈ എന്താണ് ഒരു 5 കാരണങ്ങളാൽ മുസ്ലിം സ്ത്രീയെ തല്ലാമെന്ന ഒരു അതിൻ്റെ പ്രസംഗം എടുത്തു. ഈ പ്രസംഗം എന്ന് നടന്നതാണ്, എവിടെ നടന്നതാണ്, എപ്പോൾ നടന്നതാണ്, ഒന്നും പ്രസക്തമല്ല. ഞാൻ ആ പ്രസംഗം ശരിയാണ് എന്ന് പറയല്ല, അത് തെറ്റാണെന്നും എന്നൊക്കെ നല്ല ബോധ്യമുള്ള ആളുകളാണല്ലോ നമ്മൾ. പക്ഷേ അതൊരു മണ്ടൻ പ്രസംഗമാണ്. അത്ര പ്രാധാന്യമേ അതിനുള്ളൂ. ഞാൻ പറയാം, അത്ര പ്രാധാന്യമേ മുസ്ലിം സമുദായത്തിൽ അതിനുള്ളൂ. നമ്മൾ ഒരു നോൺ ഇഷ്യൂ ആവണമെന്നുണ്ടെന്ന് വെച്ചാൽ അത്ര മണ്ടൻ പ്രസംഗമാണത്. ഒരു ആ നിലയ്ക്ക് നെഗ്ലക്റ്റ് ചെയ്യേണ്ടുന്ന ഒരു പ്രസംഗമാണത്. പക്ഷെ ആ പ്രസംഗം എവിടെ നടന്നതാണെന്നോ എന്ന് നടന്നതാണെന്നോ ഒന്നും പ്രസക്തമല്ല എന്ന രീതിയിൽ ആ വാർത്ത ഒരു ചാനൽ കൊടുക്കുന്നു. അപ്പം 4th എന്ന് പറയുന്ന പുതിയ ചാനലാണ്. NP ഭൂപേഷ് നമുക്കെല്ലാവർക്കും വ്യക്തിപരമായി അറിയാവുന്നതാണ്. അദ്ദേഹത്തെ നമുക്കറിയാത്ത, അദ്ദേഹം മുസ്ലിം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒന്നും ആളല്ല, ഇസ്ലാമോഫോബിയ എന്ന പദം ഉപയോഗിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ചാനൽ ഈ വാർത്ത കൊടുത്ത് അതിനൊരു വലിയ പബ്ലിസിറ്റി കൊടുത്ത് ഒരു മുസ്ലിം പെൺകുട്ടിയെ, കാരണം ന്യൂസ് ഡെസ്കിൽ ഒരു വാർത്ത വരുന്നതിൽ അത് ആ പെൺകുട്ടിയുടെ ചോയ്സാണെന്ന് മാത്രം പറയാൻ നമുക്കറിയില്ല. നമ്മളെല്ലാവരും ചാനലിൽ വർക്ക് ചെയ്താണ്. ആ പെൺകുട്ടി ആഗ്രഹിക്കുന്ന എല്ലാ വാർത്തകളും കൊടുക്കുന്ന ഒരു ചാനലാവില്ല, അത് നമുക്ക് കൃത്യമായി ബോധമുണ്ട്. മുസ്ലിം സ്ത്രീകളെ അല്ലെങ്കിൽ മുസ്ലിം പുരുഷനെ തന്നെ ടോക്കണുകളായി ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ടോക്കണുകൾ വിതരണം ചെയ്തുകൊണ്ട് ഈ മുസ്ലിം സ്ത്രീ പുരുഷ ദ്വന്ദ്വം നിർമ്മിച്ചുകൊണ്ടുള്ള മുസ്ലിം വിരുദ്ധതയുടെ ഉൽപ്പാദനം നിരന്തരമായി ഇത്തരം പ്രഭാഷണങ്ങൾ. ടൂൾ ന്യൂസിൻ്റെ ഒരു കാലത്തെ പ്രധാനപ്പെട്ട പണി ഈ യൂട്യൂബിൽ നിന്ന് ഈ സാധനം കൊടുക്കലായിരുന്നു. അത് ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ മാത്രം എടുത്ത് ഞാൻ പറഞ്ഞു, ഒരു വാർത്ത കൊടുക്കുമ്പോൾ എപ്പോൾ അത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ്, ആരാണ് ഈ പ്രസംഗിക്കുന്ന ആൾ, ഇതൊന്നും പ്രസക്തമല്ല. അയാളുടെ മുഖം, അയാളുടെ പ്രസംഗം എടുത്തു കൊടുക്കുന്നു. പിന്നെ അതിൻ്റെ പേരിൽ പ്രൈം ടൈം ഡിബേറ്റ് ഉണ്ട്. നാസർ ഫൈസി കൂടത്തായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം തന്നെയാണ് ആ പ്രസ്ഥാനം നടത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്ഥാനം നടത്തുന്നു. അത് ഒരു മുസ്ലിം പരിസരത്ത് നിന്നുള്ള, ആ പ്രസ്ഥാനക്ക് ഒരു കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്ന ആളാണ്. ഒരു മുസ്ലിം പരിസരത്ത് നിന്നുള്ള നമ്മളൊക്കെ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു നസീഹത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരോട്, അദ്ദേഹത്തിൻ്റെ അനുയായികളോട് നടത്തുന്നു. 3 ദിവസം അങ്ങനെയാണ് കേരളത്തിലെ പല ചാനലുകളും ഒറ്റ ഡിബേറ്റ് നടത്തി. സുരേഷ് ഗോപി അവിശ്വാസികളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അതിഭീകരമായ ഒരു പ്രസ്താവന നടത്തുന്നു. സുരേന്ദ്രൻ മുസ്ലിങ്ങളെ കരുതിയിരിക്കണം എന്ന്, സുരേന്ദ്രൻ്റെ സ്ത്രീവിരുദ്ധ പ്രസ്താവനയുടെ, അദ്ദേഹത്തിൻ്റെ സ്ത്രീവിരുദ്ധ പ്രസ്താവന അതിഭീകരമാണ്. നിരന്തരമായി BJP നേതാക്കന്മാർ അത്തരത്തിലുള്ള പരിഹാസങ്ങൾ നടത്തുന്നുണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന, അതിനേക്കാൾ ഗൗരവമുള്ള, സമൂഹത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പ്രഭാഷണം അദ്ദേഹം നടത്തുന്നു. ലത്തീൻ സഭയുടെ ഒരു പരിപാടിയിൽ ചെന്നിട്ട് മുസ്ലിങ്ങളെ കരുതി, വ്യാജമായ ഡെമോഗ്രഫിക് പൊളിറ്റിക്സിനെ, ജനസംഖ്യാ പൊളിറ്റിക്സിനെ കുറിച്ചുള്ള നിരന്തരമായി സംഘപരിവാർ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പോലുള്ള മറ്റൊരു പ്രചാരണം അദ്ദേഹം നടത്തുന്നു. ഈ വിദേശ രാജ്യങ്ങൾ മുഴുവനും മുസ്ലിം രാഷ്ട്രങ്ങൾ, പല വിദേശ രാജ്യങ്ങളും മുസ്ലിം രാഷ്ട്രങ്ങളാവാൻ പോവുകയാണ്. ക്രിസ്ത്യാനികൾ യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയണം
ഇത് സുരേന്ദ്രനോട് ചോദിക്കാവുന്ന ഒരുപാട് ചോദ്യങ്ങൾ കേരളത്തിലുണ്ട്. കാരണം നിരന്തരമായ ക്രിസ്ത്യാനികളെ കൊലപ്പെടുത്തുകയും ക്രിസ്ത്യാനികളെ വംശഹത്യ ചെയ്യുന്ന, ക്രിസ്ത്യാനികൾക്കെതിരെ കൂടി വളരെ കൃത്യമായ വംശഹത്യ മുസ്ലിങ്ങളുടെ ഇതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിച്ച് ഓർഗനൈസറിൻ്റെ പല ലക്കങ്ങളും ക്രിസ്ത്യൻ വിരുദ്ധമായ ലക്കങ്ങളാണ്. ഈ ഡിസംബറിൽ ഇപ്പോൾ നമ്മൾ അവരുടെ വിശുദ്ധവാരം ആചരിക്കുകയാണ്. ഇത്തരം വിശുദ്ധവാരങ്ങളിൽ ഇറങ്ങുന്ന ഓർഗനൈസറുകൾ നിരന്തരമായി ക്രിസ്ത്യൻ വിരുദ്ധത എന്ന് പറഞ്ഞാൽ ക്രിസ്മസിന് ട്രീ കട്ട് ചെയ്യുന്നത് ലോകത്ത് ഭീകരമായിട്ടുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിൻ്റെ പഠനങ്ങൾ ഓർഗനൈസർ പ്രസിദ്ധീകരിക്കുന്നു. ഇവരുടെ ശുശ്രൂഷ, അതായത് ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ചികിത്സാ സഹായങ്ങളുടെ ഭീകരത, അതൊരു ടെററാണ്, ശുശ്രൂഷ ഒരു ടെററാണ് എന്ന സ്വഭാവത്തിലുള്ള ക്രിസ്ത്യൻ വിരുദ്ധത ഉൽപ്പാദിപ്പിക്കുന്നു. പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സുരേന്ദ്രൻ്റെ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളിലൊന്നും തന്നെ അതൊരു ഇഷ്യൂ ആയി, ഒരു വാർത്തയായി പോലും കേരളത്തിലെ മാധ്യമങ്ങൾ അത് എടുക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ മീഡിയ റൈറ്റിങ്ങിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു, അതായത് ഇത്തരം ഇഷ്യൂസ് വസീമാണ് സൂചിപ്പിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. അതായത് ഇത്തരം ഇഷ്യൂസ് നിരന്തരമായി എടുത്തു കഴിഞ്ഞാലും ഇതിന് കിട്ടുന്നൊരു വിസിബിലിറ്റി ഉണ്ട്. നമ്മളുടെ റിയാക്ഷൻസ് അത് നമ്മൾ സഹിക്കില്ല, വേറെ മാറില്ല. പലതവണ നമ്മളത് ആലോചിക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഇതിനെ ചിലതൊക്കെ നമുക്ക് അവഗണിക്കാവുന്നതായിരിക്കും, പക്ഷെ ചിലതിനെ അഡ്രസ്സ് ചെയ്യേണ്ടി വരുമെന്ന്, ഇതൊരു സ്ട്രഗിളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ശരിയാണ്. അവർക്കൊരു വിസിബിലിറ്റി, ഇപ്പോൾ വെബ്സൈറ്റ് ട്രൂ കോപ്പി തിങ്ക് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് കേരളത്തിൽ ആരും ഡിസ്കസ് ചെയ്യാത്ത, അല്ലെങ്കിൽ ഓരോരുടെ ഒരു ആ നിലക്ക് മാത്രം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് കമൽറാം സജീവിന് ഇത്തരത്തിലുള്ള താല്പര്യങ്ങളുണ്ടായിരിക്കും. അയാൾക്കറിയാം മുസ്ലിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന, അവരെ ഹേർട്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണ് എന്ന് അയാൾക്കറിയാം. അങ്ങനെ നമ്മളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ബോധപൂർവം തന്നെയാണ് അയാളത് ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ ഹേർട്ട് ചെയ്തുകൊണ്ട് തൻ്റെ കച്ചവടം വർദ്ധിപ്പിക്കാം എന്ന് മുസ്ലിം മൂലധനം കൂടി ഉപയോഗിച്ച് ചാനൽ തുടങ്ങിയിട്ട് ആ പണിയെടുക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഇവരൊന്നും നമുക്ക് അറിയാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ, ഇവർക്ക് വർഷങ്ങളായി നമുക്ക് അറിയാവുന്ന ആളുകളാണ്. ഇതേ അവർ ചെയ്യും എന്ന് ധാരണ നമുക്കുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ മുസ്ലിം പ്രശ്നങ്ങൾക്ക് കിട്ടുന്ന, മുസ്ലിം സമുദായത്തിന് ഗുണമില്ലാത്ത മുസ്ലിം പ്രശ്നങ്ങൾക്ക് കിട്ടുന്ന ഹൈപ്പർ വിസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ഈ റീസെൻ്റ്ലി നടന്ന ജമാഅത്തെ ഇസ്ലാമി RSS സംവാദം എന്ന കോയിൻ ചെയ്ത വാർത്ത, ഈ വാർത്ത എങ്ങനെയാണ് വന്നത്? നമ്മൾ ആ നിലക്കുള്ള ഒരു പരിശോധന നടത്തുകയാണെങ്കിൽ കോഴിക്കോടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ മുഹമ്മദ് ഷഹീദ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആളാണ്, അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ട്. മുഹമ്മദ് ഷഹീദ് ഒരു വാർത്ത കൊടുക്കുന്നു. ആ വാർത്ത പ്ലേസ് ചെയ്യുന്നതിൽ മാതൃഭൂമിക്ക് ഒരു താല്പര്യമുണ്ട്. ആ വാർത്ത പ്ലേസ് ചെയ്യുന്നതിലൂടെ അവരുടെ റേറ്റിങ്ങിന് കിട്ടുന്ന ഇമ്പാക്റ്റ് അവർക്കൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. രണ്ട്, മാതൃഭൂമിൻ്റെ കൃത്യമായ മുസ്ലിം വിരുദ്ധമായ മൂലധനമുള്ള, മുസ്ലിം വിരുദ്ധമായ ചരിത്രമുള്ള, മാതൃഭൂമി 100 വർഷമോ കഴിയുന്ന പറയുന്നത്, ആ 100 വർഷവും മുസ്ലിം വിരുദ്ധമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ നിരന്തരമായി ഉൽപ്പാദിപ്പിച്ച ഒരു സവർണ മാധ്യമമാണ് മാതൃഭൂമി. ആ മാതൃഭൂമിയുടെ മൂലധന താല്പര്യവും അവരുടെ റേറ്റിംഗ് താല്പര്യവും അവിടെ ഇരിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ താല്പര്യവും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു സമ്മിശ്രമായിട്ടാണ് ആ വാർത്ത ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ആ വാർത്ത എങ്ങനെയാണ് ഇപ്പം നമ്മൾ നിരന്തരമായി അതിനെ വിമർശിച്ചു. അതായത് അവർക്ക് സാമാന്യം ഉളുപ്പുള്ള ഒരാൾക്ക് തിരുത്തേണ്ടി വരുന്ന അത്ര രീതിയിൽ അതിനെതിരെ വിമർശനം ഉയർന്നു. ഇത് ജമാഅത്തെ ഇസ്ലാമി RSS ചർച്ചയല്ല, ഇത് മുസ്ലിം സംഘടനകൾ, ദേശീയ മുസ്ലിം സംഘടനകളും RSSൻ്റെ നേതൃത്വം തമ്മിൽ നടത്തിയിട്ടുള്ള ഒരു ചർച്ചയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം, പക്ഷേ അങ്ങനെയാണെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് നിരന്തരമായി ഉന്നയിച്ചിട്ടും അവർ ഡിസ്കഷനിൽ അവർ മാറി. ഡിസ്കഷനിൽ അവരിത് പറഞ്ഞുകൊണ്ടിരുന്നു, മുസ്ലിം സംഘടനകളുമായുള്ള ചർച്ച എന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷെ അവർ ആ കോയിനേജ് മാറ്റാൻ തയ്യാറായില്ല. ജമാഅത്തെ നിങ്ങൾ ആരിഫ് അലി സാഹിബിൻ്റെ ഫോട്ടോ എടുത്തത് അവരുപയോഗിച്ച്, മോഹൻ ഭഗവതിൻ്റെയും ആരിഫ് അലി സാഹിബിൻ്റെ ഇമേജാണ് 24 ന്യൂസും മാതൃഭൂമി ന്യൂസ് അടക്കമുള്ള ചാനലുകൾ ഉപയോഗിച്ച്. ആരിഫ് അലി സാഹിബിൻ്റെ എത്ര നല്ല ഫോട്ടോസ് കിട്ടും. അവരുപയോഗിച്ച ഫോട്ടോ ഏതാണ്? നിങ്ങൾ എങ്ങനെയാണ് ആരിഫ് അലി സാഹിബിൻ്റെ ഫോട്ടോ ഒരു ഇമേജായിട്ട് അവർ ഉപയോഗിച്ചത് എന്ന് നോക്കിയാൽ ആ ഡിസ്കഷനിലൂടെ അവരുടെ താല്പര്യം എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ ഇഷ്യൂവിന് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഹൈപ്പർ വിസിബിലിറ്റി മുസ്ലിം ഇഷ്യൂസിന് കിട്ടുന്നതിന് ഒരുപാട് നമുക്ക് നോൺ ഇഷ്യൂ ആയ കാര്യങ്ങൾ, നമുക്ക് സമുദായത്തിന് ഗുണമില്ലാത്ത കാര്യങ്ങൾ, സമുദായത്തിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഹൈപ്പർ വിസിബിലിറ്റി കിട്ടുമ്പോൾ തന്നെ മുസ്ലിമിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ, മുസ്ലിമിൻ്റെ റെപ്രസെൻറ്റേഷൻ പ്രശ്നങ്ങൾ, മുസ്ലിമിൻ്റെ വിഭവ വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇപ്പോൾ കർണാടകയിലെ റിസർവേഷൻ നിർത്തലാക്കിയതുമായി ബന്ധപ്പെട്ട് ആകെ 1-2 ചാനലിലാണ് ഒരു ഡിസ്കഷൻ തന്നെ നടന്നത്. അതിലൊരു റിപ്പോർട്ടർ ചാനലിൽ കഴിഞ്ഞ ദിവസം KJ ജേക്കബ് എന്ന് പറയുന്ന മറ്റൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള സൈബർ സഖാവ് പറയുന്നുണ്ട്,
പിന്നെ മുസ്ലിങ്ങൾ വളരെ സമാധാനപരമായി ഇതിനോട് പ്രതികരിച്ചു. അതായത് അവർ നിയമത്തിൻ്റെ വഴികൾ മാത്രമാണ് നോക്കിയത്. മുസ്ലിങ്ങൾ അത് RSSൻ്റെ അജണ്ട തിരിച്ചറിഞ്ഞു. എന്നാൽ നമ്മളതിനെക്കുറിച്ചൊന്നും മിണ്ടിയില്ല. കേരളത്തിൽ അതിനെക്കുറിച്ച് വലിയ പ്രതികരണമൊന്നും വരാത്തതിലുള്ള ഒരു സമാധാനം പ്രകടിപ്പിക്കുന്ന പോലുള്ള ഒരു ചർച്ചയല്ലാതെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വളരെ കേരളത്തിലെ ഒരു ഇന്ത്യയിൽ കർണാടകയിൽ നടക്കുന്നത്, രാജസ്ഥാനിൽ നടക്കുന്നത്, കാശ്മീരിൽ നടക്കുന്നത്, പിന്നെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങളും നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്ന കേരളത്തിലെ ന്യൂസ് റൂമിൽ കർണാടകയിലെ മുസ്ലിങ്ങളുടെ സംവരണം 4% സംവരണം രാഷ്ട്രീയ താല്പര്യം മാത്രം വെച്ച് ഒരു സംഘപരിവാർ ഭരണകൂടം, സംഘപരിവാർ വിരുദ്ധമാണല്ലോ നമ്മുടെ മാധ്യമങ്ങൾ, അങ്ങനെ സംഘപരിവാർ വിരുദ്ധമായിട്ട് പോലും എന്തുകൊണ്ട് ആ ഡിസ്കഷൻ എടുത്തില്ല? ലെസ് റെപ്രസെൻറ്റേഷൻ, മുസ്ലിങ്ങളുടെ റെപ്രസെൻറ്റേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മുസ്ലിങ്ങളുടെ വിഭവ വിതരണവുമായി ബന്ധപ്പെട്ട, മലബാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മുസ്ലിങ്ങളുടെ 80-20 ഇങ്ങനെ ഞാൻ സമയപരിമിതി മൂലം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നു. നിരന്തരമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, മുസ്ലിങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് ഒന്നും ഒരു വിസിബിലിറ്റിയും കൊടുക്കാതിരിക്കുകയും എന്നാൽ മുസ്ലിങ്ങളുടെ നോൺ ഇഷ്യൂസിന് ഒരു അമിതമായ ഒരു ഹൈപ്പർ വിസിബിലിറ്റി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനെയാണ് കേരളത്തിലെ ഒരു ഫോം ഓഫ് മാധ്യമരംഗത്തെ ഒരു ഫോം ഓഫ് ഇസ്ലാമോഫോബിയ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മുസ്ലിം ക്വസ്റ്റ്യനുകൾ ഉന്നയിക്കാൻ തയ്യാറാവുന്ന മാധ്യമപ്രവർത്തകർ, മുസ്ലിങ്ങളും അല്ലാത്തവരുമായ മാധ്യമപ്രവർത്തകർ നിരന്തരമായി നേരിടേണ്ടി വരുന്ന, കഴിഞ്ഞ ദിവസം 24 ന്യൂസിലെ ഒരു റിപ്പോർട്ടർ അവരവിടുന്ന് രാജിവെച്ചതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടതിൽ പറഞ്ഞു, നമ്മുടെ ഒരു ആളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വാട്സപ്പിൽ ഷെയർ ചെയ്തതിന് അവർക്ക് മാധ്യമ സ്ഥാപനത്തിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ടതിന്, മുസ്ലിം ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് സ്റ്റാറ്റസ് ആയിട്ടതിന് അവർക്ക് മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് ചീത്ത കേൾക്കേണ്ടി വന്ന ഒരു അനുഭവം കുറേ മുൻപുള്ളതാണ്. സ്റ്റാറ്റസ് ഏതാണെന്ന് അവർക്ക് ഓർമ്മയില്ല. പക്ഷേ അങ്ങനത്തെ അനുഭവങ്ങൾ കേരളത്തിൽ ഇപ്പോഴും മാധ്യമപ്രവർത്തകർ, ഇത്തരം ക്വസ്റ്റ്യനുകൾ ഉന്നയിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതോടൊപ്പം തന്നെ ഇത് പെട്ടെന്നൊരു സംഘടനാ സങ്കുചിതത്വമോ അല്ലെങ്കിൽ രാഷ്ട്രീയ സങ്കുചിതത്വമോ ആയി ആളുകൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരു വാദമാണ്. പക്ഷേ കേരളത്തിലെ ചില മുസ്ലിം മാധ്യമങ്ങൾ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഇത്തരം പ്രചാരണങ്ങൾക്ക് നൽകുന്ന പങ്കെന്താണ്? അപ്പം ഒരു ഉദാഹരണത്തിന് സുപ്രഭാതം പോലുള്ള ഒരു പത്രം കേരളത്തിലെ ഇത്തരം സംവാദങ്ങളിൽ വഹിക്കുന്ന പങ്ക്, അതിൻ്റെ മുസ്ലിംനെസ്സും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഗൗരവവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടും അതിനെ ബഹുമാനിച്ചുകൊണ്ടുമാണ് ഞാൻ ഈ വിമർശനം ഉന്നയിക്കുന്നത്. എന്ത് തരത്തിലുള്ള പങ്കാണ്, ആരുടെ രാഷ്ട്രീയ താല്പര്യമാണ് ഇത്തരത്തിലുള്ള ഇസ്ലാമോഫോബി നിരന്തരമായ വ്യാജ പ്രചാരണങ്ങൾ, മുസ്ലിം രാഷ്ട്രീയത്തെക്കുറിച്ച്, മുസ്ലിം രാഷ്ട്രീയ സംഘടനകളെക്കുറിച്ച് വ്യാജങ്ങൾ, കളവുകൾ നിരന്തരമായി പ്രചരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള മുസ്ലിം പശ്ചാത്തലമുള്ള പത്രങ്ങൾ കൂടി തിരുത്തുമ്പോഴാണ്, അതിനെ കൂടി രണ്ടാണ് വേർതിരിച്ച് വിമർശനം ഉന്നയിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇതൊരു ഒരു മുമ്പൊക്കെ അനുഭവിച്ചിരുന്നത് പോലത്തെ ഒരു സ്ട്രഗിൾ അല്ല എന്നാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊരു പടി മുന്നോട്ട് കടന്നതിൻ്റെ, ഈ രാഷ്ട്രീയ വിമർശനങ്ങൾ വിജയിച്ചുകൊണ്ടേയിരിക്കുന്നതിൻ്റെ, നമ്മുടെ അതിജീവന പോരാട്ടങ്ങൾ, നമ്മുടെ രാഷ്ട്രീയ ചോദ്യങ്ങൾ ഒരു പടി കൂടി കടന്ന് ആളുകളെ അസ്വസ്ഥപ്പെടുത്തുന്നതിൻ്റെ ഒരു സന്ദർഭത്തിൽ കൂടിയാണ് ഈ ചർച്ച നടക്കുന്നത് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.